ഹായ് ഗൈസ്, ഐ എം ബാക്ക്. അധികം നേരത്തെ അല്ലെങ്കിൽ അത്യാവശ്യം നേരത്തെ ആയിട്ട് ഞാൻ വീഡിയോ ഇപ്പൊ ഇടുന്നുണ്ട് അല്ലേ. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് അത്യാവശ്യം കാണാനുള്ള നല്ല കണ്ടന്റ് ഉണ്ട്. എന്തേ ഇയാളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇയാൾ എന്ന് പറയാൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഇങ്ങനത്തെ സാധന ഈ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, പിന്നെ ഈ ഗ്യാസ് കൂട്ടി ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ശരിയാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം മനുഷ്യനാണ്. എന്തല്ലോ ഓക്കെ. ആള് ചെത്തിച്ചാടി. അല്ല അടിച്ചു പൊട്ടിച്ചതാ. ശരിയാക്കുന്ന തന്നെയല്ലേ, വല്ല ഇരട്ടകൾ ചെയ്താണോ? പെട്ടെന്നുകൊണ്ടല്ലേ ഒരു സാധനം ശരിയാക്കാൻ പറ്റൂ. ഗ്യാസാണ് ഇപ്പൊ റെഡിയാക്കുന്ന സ്പീഡായത്. എന്ത് സ്പീഡിലാണ് ശരിയാക്കുന്നത്? എന്തല്ലോ സാധനം. ഓക്കെ ഓക്കെ. അതില് എന്തോ സാധനം വെച്ച് ടൈറ്റ് ചെയ്ത് തിരിക്കുന്നു. ഒരു ഭാഗം ശരിയാക്കി തോന്നേ, ഒരു ഭാഗം ശരിയാക്കി തോന്നേ. ഇയാൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ ഓക്കെ ഓക്കെ. അയാൾക്ക് അത്രക്ക് പണിയാടെ വന്ന് കിടക്കുന്നുണ്ട്. ഇയാൾക്ക് ഇത്രയും പെട്ടെന്ന് ആ സാധനം ചെയ്ത് തീർക്കണം. ഒരു ദിവസം കൊണ്ട് തന്നെ ഇയാൾ ഇങ്ങനത്തെ സാധനം ചെയ്ത് തീർത്ത് കൊടുക്കുന്നാണ് പറയുന്നത്. ഇത് പൊട്ടിത്തെറിക്കുക. പൊട്ടിത്തെറിക്കത്. കത്തി സാധനം കത്തി. കയ്യിലേക്ക് ചെയ്ത പിടിക്കുന്ന ചെയ്താൻ ഇപ്പൊ കയ്യിലെ കത്തിപ്പോയി. സാധനം കത്തി. ഇത്രയും പെട്ടെന്നുകൊണ്ട് ഒരു ഗ്യാസിന്റെ സംഭവം ശരിയാക്കി കൊടുത്ത്. ഇവിടുത്തെ നാട്ടിലെല്ലാം ഒരു സംഭവം കൊടുത്തതിന് ഏകദേശം 2 ആഴ്ചയെങ്കിലും കളിപ്പിച്ചിട്ട്, 2 ആഴ്ചയെങ്കിലും നമ്മളെ കൊണ്ട് അതിന്റെ ബാക്കിൽ തന്നെ നടപ്പിച്ച് കളിപ്പിച്ചിട്ട് ഗ്യാസ് വാങ്ങിച്ചതിനെക്കാട്ടും വലിയ പൈസ ശരിയാക്കി കൊടുത്തതിന് കൊടുക്കേണ്ടി വരും. അതിന്റെ ഇടയ്ക്ക് ഇയാൾ ഇത്ര പെട്ടെന്നുകൊണ്ട് ഒരു ഗ്യാസ് ശരിയാക്കി കൊടുത്തത്. ഇയാള് ശരിയാക്കിയത് ശരിയാകുന്നുണ്ട് എങ്കിൽ എനിക്ക് തോന്നി ഇയാൾ ഈ ഗ്യാസും കൊണ്ട് പോകുന്ന ഈ ഉടമസ്ഥ പുരക്കുന്ന ചായ കാച്ചുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചാവും തോന്നുന്നുണ്ട്. ഇത്രയും സ്പീഡിൽ ശരിയാക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും ശരിയാക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വല്ല ഏതെങ്കിലും ഉള്ളിൽ കൂടെ ലീക്കായിട്ട് അയാൾ ചായ കാച്ചും വന്നാലും പൊട്ടിത്തെറിച്ച ആളുടെ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ അയാൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ചെയ്തു കൊടുത്തു. മറ്റേള് ഇത് കണ്ട, ഇയാളെ സ്ഥലത്ത് ആൾക്കാരെ ശരിയാക്കാൻ വേണ്ടി എത്ര ആൾക്കാരെ വന്നു കിടക്കുന്നുണ്ട് ഓരോ സാധനം കൊണ്ട്. മിക്സിന്റെ സാധനം തോന്നുന്നു കേട്ടോ. ഒറ്റയടിക്ക് എന്തെല്ലാം സാധനങ്ങൾ തീർപ്പിച്ച്, എന്തോ ഒരു സാധനം പരതി കൊണ്ട് അതിന്റെ മുകളിൽ വെച്ച് 2 തിരിച്ച് മിക്സി ഓക്കെ. സംഭവം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഓരോന്ന്. ഇത് ശരിയായ ശരിയാക്കലിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇയാളെ വീടിനെ ശരിയാക്കിയിട്ട് പോയിട്ട് അത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളെ ലൈഫ് വളരെ കുറവാണ്. ഇപ്പം ആണെങ്കിലും നിങ്ങൾ ആ സാധനത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പൊട്ടിത്തെറിച്ചിട്ടാകാനോ, കാരണം ഇയാൾ സ്കൂട്ടർ സ്പാനർ വെച്ച് ടൈറ്റ് ആക്കുന്നത് കാതില്ല, കൈ വെച്ചിട്ടല്ലേ ടൈറ്റ് ആക്കി കൊടുക്കുന്നത്. എന്തെല്ലാട്ടെ പൈസ കിട്ടുന്നുണ്ടല്ലോ, അതുപോലെ ആൾക്കാർ അയാളെ വിശ്വസിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ പ്രശ്നം ഇയാൾക്കില്ലാത്ത പ്രശ്നം എനക്കെന്തിനാ? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇയാൾക്ക് ശരിയാക്കേണ്ടിരിക്കും. എന്തെങ്കിലും ആട്ടെ, ആൾക്കാർ പൊട്ടിത്തെറിക്കോ ചാവോ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ തലങ്ങണയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉറങ്ങാനായിട്ട് പറഞ്ഞോണ്ടാ ഇല്ലയാ? ഞാനില്ല പോവായിരുന്നു. തീവണ്ടിക്ക് തലവെക്കുന്ന പോവിടും പിള്ളേരുന്നു ഉറങ്ങാൻ വരുന്നു. മനുഷ്യ വരണുണ്ടാ? എങ്ങനെ വരും? പതിവ് പോലെ തന്നെ എന്നും ചൊറിച്ചിൽ രോഗമാ. രാത്രി എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ചൊറിയാൻ തുടങ്ങും. ഒരു ചപ്പ് ഉണ്ടേനു പച്ച കളറുള്ള എന്തോ ഒരു ചപ്പ്, പുതിന മല്ലിച്ചപ്പ് എന്തോ ഒരു ചപ്പ്. അടുത്ത് പേരട്ടി കൊടുക്കി. എന്റെ അപ്പൻ പണ്ടേ മരിച്ചുപോയി. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിയത്. പിന്നെ അടുത്തത് ഇതെന്ത് നാടകമാണോ അല്ലെങ്കിൽ ശരിക്കും ജീവിതമാണോ? ശരിക്കും കാര്യം പറയുന്നതാണോ നാടകമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്ന. ഇതാണ് ഇഷ്ടം. നിന്റെ കൂടെ വന്നതിന് ശേഷം എന്റെ ആ ഒരു ഫ്രീ ലൈഫ് അങ്ങ് പോയി. ഫ്രീ ലൈഫ് പോയെങ്കിലേ ഞാൻ ഡൈവേഴ്സ് തരാം. ഒന്ന് പോയി തരാമോ? ഒറ്റയ്ക്ക് ചെന്നങ്ങ് ജീവിച്ചോളൂ. കഷ്ടപ്പെട്ടിട്ട് ഇവരപ്പം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, ഇത്രയും നല്ല അവസരം കൊടുത്തിട്ട് അവസരം എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? ഡൈവോഴ്സ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞിട്ട് പോലെ പോവാണ്ട് പിടിച്ചു നിൽക്കുന്നത് ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളൊന്ന് കാണിച്ചത്. അയാളെ ചെപ്പക്കുറ്റി അടക്കം നോക്കി ഞാൻ കൊടുക്കാനുണ്ടോ? പോവില്ല.
എന്നാലും എന്ന് ചൊറിഞ്ഞു ഈ ചൊറിച്ചലാണോ പ്രശ്നമോ? മറ്റേ ഐഡക്സ് ടൈഗർ ബാം മറ്റേ എടുത്ത് പെരട്ടെ, അതെല്ലാം പെരട്ടിയാൽ ചിലപ്പോ പോകും തോന്നുന്നു. ഓരോ സബ്ജക്ട് എടുത്തിട്ട് ചൊറിഞ്ഞിരിക്കും. ബ്ലഡ് വരണടം വരെ കടന്നു ചൊറിയും എന്റെ അടുത്ത്. ബ്ലഡ് വരണ വരെ ചൊറിയുന്ന എന്നാ പേ ആയിരിക്കും. പേ നായി കടിച്ചിക്കോ നോക്ക്, അല്ലെ പൂച്ച മാന്തിക്കോ നോക്ക്. പേ ആയിരിക്കും. പേ പറയുന്നത് എനിക്ക് ഫ്രീ ആയിട്ടുള്ള വിഹായസിൽ എനിക്ക് പറന്ന് നടക്കുന്നതാണ് ഇഷ്ടമെന്ന്. എനിക്ക് പിന്നെ ഇഷ്ടത്തിൽ അങ്ങ് ജീവിക്കും. അതന്നെ നല്ലത് എന്ന് വരുന്ന ചൊറിഞ്ഞ് മനുഷ്യന്റെ മനസ്സമാധാനം. ഇയാളാരാ? ഇയാളെ ചൊറിച്ചലിന് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്ക്. അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങളെ ചൊറിച്ചൽ അവിടെ നിൽക്കും. ഇതിലിപ്പോ രണ്ടാളും ചൊറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് ചൊറിച്ചൽ വരും. പെണ്ണുങ്ങളെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. വട്ടച്ചൊറിയാണോ ചേച്ചി? വട്ടച്ചൊറിയാണോ തോന്നുന്നത്? കാരണം ചൊറിച്ചൽ കൊണ്ട് ഇമാതിരി പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളത്. ചൊറിയാൻ വന്നാൽ തിരിച്ച് മാന്തി കൊടുക്കണം ചേച്ചി. എല്ലാരും ഈ ചൊറിച്ചലിന് നല്ല സപ്പോർട്ടാണല്ലോ. അത് നിങ്ങൾ കുളിക്കാത്തത് കൊണ്ടാവും ചൊറിയുന്നത്. മറ്റേ മല്ലിച്ചപ്പ പുതിനച്ചപ്പ എന്തോ ചപ്പുണ്ട് പച്ച കളറുള്ള, ആ എടുത്തിട്ട് തേക്കാൻ പറ മേത്ത് മൊത്തം. അല്ലെ വെള്ളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയിട്ട് കുളിക്കാൻ പറ. അപ്പൊ ചൊറിച്ചലെല്ലാം അങ്ങ് മാറും. ചേച്ചി ഒരു മിനിറ്റ്, ഈ ചേച്ചി നേരത്തെ എന്തെങ്കിലും പറഞ്ഞത്? എന്ന് ചൊറിഞ്ഞു ഓരോ സബ്ജക്ട് എടുത്തിട്ട് ചൊറിഞ്ഞു. അല്ല ഇതിപ്പോ അയാൾക്കാണോ ചൊറിച്ചലല്ലേ ഈ പെണ്ണുങ്ങൾക്കാണോ ചൊറിച്ചൽ? ഇതിപ്പോ ആർക്കാ ശരിക്കും ചൊറിച്ചൽ? ആർക്ക് ഇട്ട് നല്ലോണം ചൊറിയുന്നുണ്ട്. ആ ചൊറിച്ചലാണ് നമ്മളിപ്പോ കാണുന്നത്. ചൊറി നല്ലോണം ചൊറി നിലത്ത് കിടന്ന് മാന്തി. ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തെങ്കിലും തേച്ച് കൊടുക്ക്, എന്നാലും ആ ചൊറിച്ചലങ്ങ് മാറി കൊടുക്കും. ഇതാരാ? ഇങ്ങ് വാടാ. നീ എന്നോടാ കൊലയെടുത്ത് റോട്ടുമല നടക്കുന്നത്? കൊലയെടുത്ത് റോട്ടുമലോട്ട് കാട്ടിലൂടെ പോകാൻ പറ്റും? ഇതെന്ത് ചോദ്യം ഇത്? റോട്ടുമലോട്ടല്ല നടക്കുന്നത്, അല്ലാണ്ട് നിങ്ങളെ വീട്ടിലോട്ടിന്നല്ലോ. റോട്ടുമലോട്ടില്ല നടക്കുന്നത്, അല്ലാണ്ട് നിങ്ങളെ വീട്ടിലോട്ടിന്നല്ലോ. തർക്കുത്തരം പറയാനാടാ നീ? അത് എന്നോട് അതിന് ആരോടായാലും പറയേണ്ട കാര്യം ഞാൻ മുഖത്ത് നോക്കിട്ട് തന്നെ പറയും. അതിന് അങ്ങ് പറഞ്ഞു കൊടുക്ക്. ആരോടാണെങ്കിലും പറയേണ്ട ആരെ മുഖത്ത് നോക്കിട്ട് തന്നെ പറയൂ. ഒരു കൊല കൊണ്ട് റോട്ടുമലോട്ട് പോകാൻ പറ്റൂല. ഇതെന്താ ഇത്? അടിച്ചത് തന്നെയല്ലേ? എന്റെ മുത്തിക്കന്നല്ലേ അടിച്ച? വേറെ അടിയില്ലല്ലോ. അഭിനയം നോക്കട്ടെ. അടാ ഇനി തല്ലിക്കില്ലടാ. ഇനി ഞാൻ ഇങ്ങനെ തലോടിയിട്ടുള്ളൂ. ഇങ്ങനെ തലോടിയിട്ടുള്ളൂ. അപ്പത്തേക്കോനി സുഖം കൊണ്ട് ഓനി ഇതായിട്ട് അടിച്ചു പോലും. എന്തായി പറയുന്നേ? വിരാന്തൊക്കെ വെറുതെ തന്നെ അടിക്കേ. അടുക്ക് ഞാൻ ഈ കൊല കൊണ്ട് കൊടുത്തിട്ട് വരട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കൊല നിലത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുക്ക്. ആ വലിയ കൊല, ആ ചെറിയ കൊല നിലത്ത് വെക്ക്. നമുക്കറിയില്ല നടക്കാൻ പറ്റില്ല. അറിയങ്ങളാരാ? ഇവിടെ കോടതിയും പോലീസെല്ലാം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കണം. വലിയ കൊല്ലനെ കാണിച്ചു കൊടുക്കണം. നീ കാണിക്കടാ, കാണിക്ക്. കൊല ഫോട്ടോ വെച്ചിട്ട് എനിക്ക് വലിയ കൊല കാണിച്ചു തരും. കാണിച്ചു തരും പോലും. ഇതെല്ലാം ഷോർട്ട് ഫിലിം, റീൽസ് ഇപ്പൊ മാറി ഷോർട്ട് ഫിലിം ആയി. റീൽസിലല്ലേ ഇപ്പൊ ഓരോരുത്തർ ഷോർട്ട് ഫിലിം കൊണ്ടിട്ട് ഇടുന്നത്. നിന്റെ കമന്റ് ബോക്സ് നോക്കട്ടെ. ഞാൻ ഒരു കൊല കേസിലെ പ്രതിയാണ് പറഞ്ഞു കൊടുക്കും മാമ. വിടരുത് അവനെ. ഓക്കെ, ഇതെല്ലാം ആരാന്ന് അറിയില്ല. എന്നാലും എക്സാം തീരുന്നതിന്റെ മുമ്പ് പുതിയ അഡ്മിഷൻസ് വരുന്നുണ്ട് കേട്ടാ സ്കൂളിലേക്ക്. എല്ലാരും കേരി വാ. പ്രവേശനോത്സവം അല്ല പ്രവോത്സനോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. മറന്നുപോയി. വെറും 1600 കോടി രൂപ നിങ്ങളുടെ എടുക്കാണ്ടോ? എടുക്കാണെങ്കിൽ നമ്മുടെ ഈ മോട്ടർ ഷെഡ് നിങ്ങൾക്ക് വെറും 1600 കോടി രൂപ എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോട്ടർ ഷെഡ് ഇതാ നിങ്ങളുടെ വണ്ടി വേണി ഇവിടെ പാർക്ക് ചെയ്യാം, എന്ത് വേണി ചെയ്യാം. പോട്ടെ, അത് പോട്ടെ. 1600 കോടിയിലേക്ക് കുഴപ്പമില്ല. ഒരു 45 കോടി എടുക്കാണ്ടോ? 45 കോടി എടുക്കണമെങ്കിൽ വാ വിത്ത് സ്വിമ്മിംഗ് പൂള്. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. വേറെ ചാടാ, എന്ത് വേണം ചെയ്യാം, കുളിക്കാം, എന്ത് വേണം ചെയ്യാം. ഫുൾ സെറ്റപ്പ് ഉണ്ട്. അപ്പോ മറക്കണ്ട, നിങ്ങളുടെ 1600 കോടി എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ 1600 കോടി എടുക്കാനുള്ള ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാൻ നേരെ. അപ്പൊ പിന്നെ ഞാൻ നേരെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി തരുന്നതാണ്. അപ്പൊ മറക്കണ്ട, 1600 കോടി കേട്ടല്ലോ. മറക്കണ്ട, പെട്ടെന്ന് വന്ന ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടല്ലോ. അത്രയും നല്ലോണം നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. കമന്റ് ബോക്സ് നോക്കട്ടെ. പഞ്ചായത്ത് കുളം വിൽക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റ്. എന്നാ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിൽക്കുന്ന ഡ്രാഗൺ കുഞ്ഞിനെ കൊടുക്കുന്നോ? ഇത് ഡ്രാഗൺ തന്നെയല്ലേ വായിക്കാൻ? ഡ്രാഗൺ ആടിനാണ് ഉദ്ദേശിച്ചത്. അതിനൊരു 10 കോടിക്ക് പിരിവുണ്ടോ? ഗൂഗിൾ പേ നമ്പർ ഇപ്പം തന്നെ ഇട്ട്
എല്ലാരും നല്ല രീതിക്ക് ഉഷാറാക്കിയിട്ടുണ്ട്. ആ പകല് ഏതോ ഒരു യുവാവിനെ ആരെല്ലാം കൂടി പീഡിപ്പിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതാരാന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇവന്റെ കോലം കണ്ടിട്ട് ഇവൻ ആരോ വളരെ മൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പാന്റ് പോലും വെറുതെ വെച്ചിട്ടില്ല, കീറി പറിച്ചിട്ടുള്ളത്. പിന്നെ വന്നാ മൊത്തം വെച്ചോ. ആദ്യത മൊത്തി പല്ലിൽ ഇങ്ങനെ ആക്കിട്ട് കണ്ണട വെച്ചിട്ട് അന്യം കളിക്കുന്നാടാ നീ. എന്താണ് ഇത്? മൊത്തിയും പല്ലിൽ ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് അപ്പോൾ കണ്ണട ഇതെല്ലാം കഴിച്ചിട്ട് ഭയങ്കര സംഭവമായി. പവർ ആവാൻ നോക്കി പയം പോലും ആവാത്ത അവസ്ഥ. ഈ മസിനെ കൂടി വഴി ഊട്ടിക്ക് പറഞ്ഞു വിട്ടു. നമ്മളൊന്നും അധികം റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നല്ല വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഒളികൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൊതു കുത്തിച്ചോര പനി മലേറിയ അസുഖങ്ങൾ വരത്തും കൊതുവാശാൻ ഡെയിലി വരും കൊതുവാശാൻ. പാട്ട്, വീഡിയോ, എഡിറ്റിംഗ് എല്ലാം ഇയാള് തന്നെ. എന്ത് സാധനമാണെങ്കിലും അതിന് കണക്കായിട്ട് സ്വന്തമായിട്ട് പാട്ടും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കഷ്ടപ്പെടുന്നുണ്ട്, വളരെയധികം കഷ്ടപ്പെടും. ഇങ്ങനെയെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. ആരും ഇല്ലേ ഇതിനെ ഹിറ്റ് അടിച്ച് കൊല്ലാൻ. ഇതാണ് പാവട, സങ്കടപ്പെടലോ അങ്ങനെയൊന്നും പറയല്ലടാ, പ്ലീസ് ആവാ. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ വളരെ നല്ല കണ്ടന്റ് ഇല്ല, എന്നാലും പുതിയ കണ്ടന്റ് ഒന്നും സെലക്ട് ചെയ്യാത്തത്. ഈ മാസം എക്സാം കഴിഞ്ഞാൽ അടുത്ത മാസം എല്ലാവർക്കും ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്. അടുത്ത മാസം മുതൽ ഞാൻ നല്ല വെറൈറ്റി കണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.